ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ അടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് വേലയാണ് കേട്ടോ. ഇവിടെ പൂരമല്ല, വേലയാണ് ഉണ്ടാവുക. വൈരങ്കോട് വേല ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അമ്പലം വരുന്നത് തിരൂർ അടുത്താണ്. അപ്പോൾ നമ്മളവിടെ നിന്നും അടുത്താണ്. അപ്പോൾ തലേ ദിവസം ആണ് നമ്മൾ പോയത്. തൊഴാനൊക്കെ തലേ ദിവസം രാവിലെ പോയാൽ നമുക്ക് നല്ല തിരക്കാവും, തൊഴാനൊന്നും പറ്റില്ല. അപ്പോൾ തലേ ദിവസം ഒരു ഈവനിങ് ടൈമിലാണ് നമ്മൾ പോയത്. ദീപാരാധന ആ ടൈമിലാണ് നമ്മൾ പോയത്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കാമായി കൂളായി തൊഴുത് പുറത്തിറങ്ങി. അങ്ങനെ കുറിയൊക്കെ നമ്മളിട്ട്, പിന്നെ അവിടെ വിളക്കൊക്കെ കത്തിക്കാൻ ഉണ്ടായിരുന്നു. ദീപാരാധന ടൈമിൽ അറിയുമല്ലോ, ചുറ്റുവിളക്കൊക്കെ കത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അവിടെ പട്ട് ചാർത്തലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തൊഴിലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാവൽ തുടങ്ങി. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ളൊരു വഴിപാടാണ്. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കടുകാണ് കേട്ടോ ഇടുന്നത്. ഈ കുഴി നിറയെ കടുകാവും. അങ്ങനെ ശ്രീകുട്ടി കുപ്പിവെള്ളം ഇട്ടപ്പോൾ എനിക്കും കുപ്പിവെള്ളം ഇടാനൊരു മോഹം. അങ്ങനെ ഞാനും വാങ്ങി. വേലയുടെ തലേ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ കുറേ പരിപാടികളുണ്ട്, ഡാൻസ് പാട്ടൊക്കെ. നമുക്ക് കണ്ടു നിൽക്കാനുള്ള സമയമില്ല, കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങി നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ വേലയ്ക്ക് കാളകളാണ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഓരോ കാളകൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. പല ഭാഗത്തുനിന്നും വരും, കുറേ കാളകളും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണിത്. നമ്മൾ വേലയുടെ അന്ന് നമ്മൾ വേല കാണാൻ പോവുകയാണ്. അമ്പലത്തേക്ക് പോകാൻ എന്തായാലും പറ്റില്ല, ബ്ലോക്ക് ആവും. അപ്പോൾ അതിൻ്റെ മുന്നത്തെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് പേരെ വണ്ടിയിൽ പോകാൻ പറ്റുള്ളൂ, അതിൻ്റെ ശേഷം ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ റോഡ് ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി നടന്നു. അപ്പോൾ കുറേ ടീം കണ്ടു കേട്ടോ. നമ്മൾ ഈ റൂട്ടിൽ നിന്ന് തന്നെ കുറേ കാളകൾ പോകുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രസമാണ്. അപ്പോൾ ഓരോ കാളകളും വ്യത്യാസമായിട്ടുണ്ടാവും. ചിലത് വലിപ്പവും കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ടാവും, കണ്ണടക്കണതും തല ആട്ടണതൊക്കെ സ്പെഷ്യൽ ചിലത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നാസിറ്റോൾ ഉണ്ടാവും, ശിങ്കാരി മേള ഉണ്ടാവും, അത് ബാൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ വൈബാണ്.
അപ്പോൾ നമ്മൾ നിന്നതൊരു 4 കൂടിയ ജംഗ്ഷനായിരുന്നു. അപ്പോൾ 4 സൈഡിൽ നിന്നും കാളകളുണ്ടാവും. ഒരു സൈഡിലത്തെ പിന്നെ ഡയറക്റ്റ് അമ്പലത്തേക്കാണ് പോവുക, ബാക്കി 3 സൈഡിലത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നല്ല ക്രൗഡഡ് ആയിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ അമ്പലത്തിൽ പറയും വേണ്ടല്ലോ, അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ റോഡിലെത്തിയപ്പോൾ നമ്മളെ വഴിയിലുള്ള കാളകളൊന്നും കഴിഞ്ഞിട്ടില്ല പോക്ക്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തു നമ്മൾ. അങ്ങനെ വരവൊക്കെ പോയപ്പോൾ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. അപ്പോൾ ഇവിടെ പൊരിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ജിലേബി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജിലേബി വാങ്ങി. അപ്പോൾ ശർക്കര ജിലേബിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. ഇതിന് മലപ്പുറം മിഠായി എന്ന് പറയും തോന്നുന്നുണ്ട്, നമ്മളൊക്കെ ജിലേബി എന്നാണ് പറയാറ്. ഇതിൻ്റെ മഞ്ഞ നമ്മൾ പഞ്ചസാരയും ഇതേപോലെ ബ്ലാക്ക് ശർക്കരയാണ്. അപ്പോൾ നമുക്ക് ശർക്കരയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് കളർ മിഠായി. അപ്പോൾ വേല കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത് കൊണ്ടു കൊടുക്കണേന്ന് പണ്ടൊക്കെ. എന്നിട്ട് എല്ലാവരുടെയും നാവ് പിങ്ക് കളറാവും. രസമായിരുന്നു ആ കാലമൊക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.